ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ മെമു സർവീസുകൾ 2 മാസത്തിനകം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചേക്കും. ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനെ തുടർന്നാണ് പാതയിൽ മെമു സർവീസിന് സാധ്യത തെളിഞ്ഞത്. മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ നിരവധി യാത്രക്കാർക്ക് ഇത് പ്രയോജനപ്പെടും. ജനുവരി 1-നാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. ഇതോടെ ഈ പാതയിൽ മെമു എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ സർവീസുകൾക്ക് സാധ്യത തെളിഞ്ഞു. രാത്രികാല മെമുവും പകൽ സമയ മെമുവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച് റെയിൽവേ ബോർഡിന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനകം റൂട്ടിൽ മെമു സർവീസുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്നും വൈകില്ലെന്നുമാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന എറണാകുളം ഷൊർണൂർ മെമു, കോയമ്പത്തൂർ ഷൊർണൂർ മെമു ഈ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് നീട്ടാനാണ് പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. 8:40 ഷൊർണൂരിലെത്തുന്ന എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ നേരത്തെ തീരുമാനമെടുത്തതാണ്. ഈ മെമു രാത്രി നിലമ്പൂരിലേക്ക് പോവുകയും പുലർച്ചെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് മടങ്ങി കണ്ണൂർ എക്സ്പ്രസ്സായി യാത്ര തുടരാനുമാണ് റെയിൽവേ ആലോചിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ നിലമ്പൂർ റോഡിലെ യാത്രക്കാർക്ക് ഷൊർണൂരിൽ എത്തിയാൽ കൂടുതൽ ട്രെയിനുകൾ ലഭ്യമാകുന്നതിന് സാധ്യമാകും. നിലവിൽ രാത്രി 8:15 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് അവസാന ട്രെയിൻ സർവീസ്. പുലർച്ചെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലെത്തുന്ന മെമുവിലെ യാത്രക്കാർക്ക് കൂടുതൽ ട്രെയിനുകൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും. രാവിലെ 6:05 പാലക്കാട് നിന്ന് ആരംഭിച്ച് 7:05 ഷൊർണൂരും 8:45 നിലമ്പൂരിലും എത്തുന്ന പാലക്കാട് നിലമ്പൂർ ട്രെയിൻ മെമു സർവീസാക്കുന്ന കാര്യവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കുകയാണെങ്കിൽ രാവിലെ 9:55 ഷൊർണൂരിലേക്കുള്ള സർവീസും മെമു സർവീസായി മാറ്റിയേക്കാനാണ് സാധ്യത. കോയമ്പത്തൂർ ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും റെയിൽവേ അധികൃതർക്ക് മുന്നിലുണ്ട്. ലോക്കോകൾ ആവശ്യത്തിന് ലഭ്യമാവാത്തതാണ് കൂടുതൽ സർവീസുകൾ ഇലക്ട്രിക് ട്രെയിനുകളാക്കി ഓടിക്കാൻ കാലതാമസം വരുത്തുന്നത്. മേലാറ്റൂരിലെ ചോലക്കുളത്തെ സബ്സ്റ്റേഷനിലും റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലുമായി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന റിലേ സെറ്റിംഗിന്റെ പ്രവൃത്തിയും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. റെയിൽവേ പാതയിലെ വൈദ്യുതി ലൈനിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിന് അധിക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അതേസമയം റൂട്ടിൽ നിർത്തലാക്കിയ കോട്ടയം എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി ആയിട്ടില്ല. നിരവധി യാത്രക്കാർ കോട്ടയം എക്സ്പ്രസ് സർവീസിനെ ആശ്രയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.